ഈ മണിപ്പൂരിലേക്ക് ഏറ്റവും കടുത്ത വാർത്ത വരുന്ന മണിപ്പൂരിൽ നിന്നാണ്. അവിടെ കഴിഞ്ഞ ദിവസവും സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയെന്ന വാർത്ത കൂടി വരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രത്യേക ഉന്നതതല യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട്. വിനീത വിജി ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ മണിപ്പൂർ നമ്മുടെ ആത്മാവിലൊരു മുറിവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പരസ്പരം കൊല്ലാനും വെല്ലുവിളിക്കാനും അക്രമങ്ങൾ കാണിക്കാനും 2 വിഭാഗം ജനങ്ങൾ തയ്യാറാകുന്നു. എന്താണ് മണിപ്പൂരിൽ നിന്ന് വരുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇരു വിഭാഗങ്ങളുടെയും ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് മണിപ്പൂരിലുള്ള സാധാരണക്കാരായ ആളുകളുടെയും വലിയ ആശങ്ക. കഴിഞ്ഞ ദിവസമാണ് 6 പേരെ ഈ കുക്കി സംഘം കൊലപ്പെടുത്തിയത്. അതിൽ 3 സ്ത്രീകളും ഒപ്പം തന്നെ 3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ 2 പേരുടെ മരണം സംഭവിച്ചെന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് പുറത്തു വരുന്നത്. 60 വയസ്സുള്ള ഒരു സ്ത്രീയും ഒപ്പം തന്നെ അവരുടെ ചെറുമകനുമാണ് കൊല്ലപ്പെട്ടത്. ഇരുവരുടെയും മൃതദേഹം ക്രൂരമായ നിലയിൽ തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്ന. 2 മൃതദേഹങ്ങൾക്കും തലയില്ല എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഈ 2 മൃതദേഹങ്ങളും അഴുകി തുടങ്ങിയ നിലയിലാണ്. ജിരിബാമിലെ നദിക്ക് സമീപം നിന്നാണ് ഇരു മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. ഈ ആക്രമണത്തിന് പിന്നിലും കുക്കി വിഭാഗം എന്ന് തന്നെയാണ് സംശയം. സംഭവത്തിൽ അന്വേഷണമൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഇരു വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. മണിപ്പൂർ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ NPP പാർട്ടിയും സർക്കാരിനുള്ള പൂർണ്ണ പിന്തുണ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയൊരു ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് അത് സർക്കാർ തലത്തിലേക്ക് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ മണിപ്പൂരിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഡൽഹിയിൽ ഇന്നലെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. സ്ഥിതിഗതികളെല്ലാം ആ യോഗം വിലയിരുത്തിയിരുന്നു. ഒപ്പം CRPF DG അടിയന്തരമായി ഈ മണിപ്പൂരിലേക്ക് എത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അനീഷ് ദയാൽ CRPF DG അദ്ദേഹവും മണിപ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം മണിപ്പൂരിൽ ഉണ്ടാകും. അതിനുശേഷം ഇന്ന് ഉച്ചയോടെ ഈ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റൊരു യോഗം കൂടി ഡൽഹിയിൽ ചേരും. ആ യോഗം ഈ തുടർ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത, ആൽഫ ചോദിക്കുന്നു, വിനീത മണിപ്പൂരിലേക്ക് പോകുന്നില്ലേ എന്ന്? ഉറപ്പായും പോകുന്നുണ്ട് എസ്കേൻ. നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അടുത്ത ലൈവ് അത് മണിപ്പൂരിൽ നിന്ന് തന്നെ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എസ്കേൻ ഓക്കെ തീർച്ചയായിട്ടും വിനീത പോയി വരൂ. നമ്മുടെ വാർത്താ സംഘം മണിപ്പൂരിലേക്കാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് വിനീത മണിപ്പൂരിൽ നിന്നായിരിക്കും നേരിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഉച്ച കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു.